സു ഫ്രം സോ. അങ്ങനെ നമ്മൾ കന്നഡയിൽ അത്യാവശ്യം നല്ല അഭിപ്രായം കിട്ടിയിട്ട് നമ്മുടെ ദുൽഖർ സൽമാൻ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഒരു പടം. ലിമിറ്റഡ് സ്ക്രീനിൽ നിന്നും ഇപ്പോൾ വേരിയസ് ആയിട്ടുള്ള ബിഗ് സ്ക്രീനുകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് വരികയാണ്. സു ഫ്രം സോ എന്ന സിനിമ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ഒരു കിടിലൻ കോമഡി എൻ്റർടൈനറാണ് സിനിമ. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ നമ്മുടെ പഴയ മലയാള പടങ്ങളെ ഓർമ്മ വന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വൈബ് എനിക്ക് കിട്ടി. ഈ സിനിമ കണ്ടപ്പോൾ വളരെയധികം എൻജോയ് ചെയ്തു. ഹ്യൂമറൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായി. അങ്ങനെ ത്രൂ ഔട്ട് നല്ല രസകരമായ കുറേ കഥാപാത്രങ്ങളും ആ ഗ്രാമവും അതിനു വേണ്ടിയുള്ള കഥകളൊക്കെ ആയിട്ട് നല്ല കിടിലനായിരുന്നു. എനിക്ക് വാനരസേന, നമ്മുടെ കിന്നരിപ്പുഴയോരം, അങ്ങനെ കുറേ പടങ്ങൾ മൈൻഡിലേക്ക് ഇങ്ങനെ കടന്നു വന്നു ഈ സിനിമ കണ്ടപ്പോൾ. അപ്പോൾ എനിക്ക് ഈ സിനിമയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലെ ഒരു രസകരമായ ഒരു അന്തരീക്ഷവും കാര്യങ്ങളും, തുടക്കത്തിലൊരു മരണവും കല്യാണവും ഒരേ സമയത്ത് ഏകദേശം അത് സംഭവിക്കുകയാണ്. അതിനിടയിൽ ആ ചടങ്ങുകളും കാര്യങ്ങളും ചെറിയ ചെറിയ തമാശകളൊക്കെ ആയി പോകുന്നു. അങ്ങനെയാണ് ഒരാളുടെ മേലെ ഒരു പ്രേതം കൂടുന്നു എന്നൊരു സംഭവം അവിടെ വരുന്നത്. അതോടെ ഗ്രാമത്തിലുള്ള ആളുകൾ മൊത്തം ഈ ഒരു കാര്യത്തിന് പിന്നിൽ പോകുന്നതും പിന്നീട് നടക്കുന്നതുമായിട്ടുള്ള രസകരമായ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ആയിട്ട് സിനിമ മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്ക് നല്ല എൻഗേജിങ് ആയിരുന്നു. ഇതിൽ ലീഡ് റോൾ നമ്മുടെ രവിയണ്ണൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്. അത് പുള്ളി അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ഗൗതം എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡയറക്ടറും റൈറ്ററും ഇതിൽ മറ്റൊരു പ്രധാന വേഷത്തിലെത്തിയ JP തുമിനാട്, കറക്റ്റാണെന്ന് തന്നെയാണ് തോന്നുന്നത് പേര്. ഓക്കെ, അങ്ങനെ പുള്ളി അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ രാജ്ബി ഷെട്ടി ഒരു നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട്, നല്ല ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു റോള്. അങ്ങനെ എല്ലാവരും ഇതിൽ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, നല്ല രസമാണ്. നമ്മൾ പണ്ടത്തെ ഈ സിനിമയിൽ പൊന്മുട്ടി കിടന്ന താറാവ്, കിന്നരപ്പൊഴിയാറ്, ഞാൻ പറഞ്ഞ പോലെ അതിൽ ജഗതി ചേട്ടൻ വരുന്നു, ശ്രീനിവാസൻ ചേട്ടൻ വരുന്നു, അങ്ങനെ കുറേ പേര് വരുന്നു, കുറേ കാര്യങ്ങൾ നടക്കുന്നു. അങ്ങനെ ഒരു വൈബ് എനിക്ക് ഈ പടത്തിൽ കിട്ടി. ശരിക്കും ഒരു മലയാള പടം കണ്ട ഫീലാണ് എനിക്ക് സു ഫ്രം സോ കണ്ടപ്പോൾ കിട്ടിയത്. ശരിക്കും എന്തായാലും ദുൽഖർ സൽമാനെ വളരെ നന്ദി ഈ പടം ഇവിടെ എത്തിച്ചതിന്. അല്ലെങ്കിൽ നമ്മൾ OTT കണ്ടിട്ട് വൻ അഭിപ്രായങ്ങൾ പറഞ്ഞതിന്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല സ്ക്രീനിൻ്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും കണ്ട് ഞാൻ നന്നായി എൻജോയ് ചെയ്തു ഈ സിനിമയുടെ കാര്യങ്ങൾ. പിന്നെ ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട രവിയണ്ണ അങ്ങോട്ട് പൂണ്ട് വിളയാടുന്നുണ്ട് ക്ലൈമാക്സിൽ. അപ്പോൾ ത്രൂ ഔട്ട് നല്ല എൻഗേജിങ് ആയി പറഞ്ഞു പോകുന്ന ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു നല്ലൊരു ഹ്യൂമർ മൂവിയാണ്. ഞാൻ ത്രൂ ഔട്ട് ചിരിക്കാനുണ്ട് സിനിമയിൽ, കുറച്ച് ഇമോഷൻസ് ഉണ്ട്. അങ്ങനെ പോകുന്ന നല്ലൊരു പടമാണ് സു ഫ്രം സോ. എനിക്ക് എടുത്തു പറയേണ്ടത് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. സന്ദീപ് തുളസിദാസനോ അങ്ങനെ മറ്റോ പുള്ളിയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. പാട്ടുകൾ നന്നായിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ എനിക്ക് പുള്ളി തന്നെയാണെന്നുള്ളത് ഞാൻ പിന്നെയാണ് അറിഞ്ഞത്. കണ്ടിട്ട് വന്നതിന് ശേഷമാണ് അതിൽ മെയിൻ കുറച്ച് റോൾസ് ചെയ്തതിൽ പുള്ളിയാണ് ഇതിൻ്റെ റൈറ്ററും ഡയറക്ടറും എന്നൊക്കെ ഞാൻ അറിഞ്ഞത് പിന്നെയാണ്. അപ്പോൾ പുള്ളി നന്നായി തന്നെ ചെയ്തിട്ടുണ്ട് ആ റോള്. എനിക്കൊരു ഇത് ശരിക്കും ഒരു മലയാളത്തിൽ ഇങ്ങനെ ഒരു പടം വരണം. ഈ കുറേ ഇങ്ങനത്തെ ഒരു സിനിമയൊക്കെ വന്നിട്ട്. അപ്പോൾ സു ഫ്രം സോ കണ്ടിട്ടെങ്കിലും, പക്ഷെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ നമ്മുടെ പഴയ ആർട്ടിസ്റ്റുകളുടെ കുറവ് വളരെ ഉണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും ഒരു തിയേറ്റർ വാച്ച് അർഹിക്കുന്ന ഒരു സിനിമ തന്നെയാണ് സു ഫ്രം സോ. തീർച്ചയായും നിങ്ങൾ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. ത്രൂ ഔട്ട് നിറയെ ചിരിക്കാനുണ്ട്. നല്ല രസമുള്ളൊരു ഫൺ മൂവിയാണ്. അപ്പോൾ നിങ്ങളെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബൈ.